ക്രിസ്മസ് സീസണൊക്കെ ആണല്ലോ. അപ്പോൾ വളരെ എളുപ്പത്തിൽ വീട്ടിലുള്ള ചേരുവകൾ കൊണ്ട് എങ്ങനെ ഒരു കേക്ക് പെർഫെക്റ്റ് ആയിട്ട് ഉണ്ടാക്കാം എന്ന് നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ നോക്കാം. വെൽക്കം ടു എഡ്ജ് ടെയിൽസ്. ഇന്നത്തെ വീഡിയോയിൽ എക്സ്പീരിയൻസ് ഒന്നും ആവശ്യമില്ലാതെ വളരെ പെർഫെക്റ്റ് ആയിട്ട് വീട്ടിലുള്ള ചേരുവകൾ കൊണ്ട് എങ്ങനെ ഒരു കേക്ക് ഉണ്ടാക്കാം എന്ന് നമുക്ക് നോക്കാം. ഇതിലേക്ക് നമ്മൾ ഒരു 3 കപ്പ്, ഞാനൊരു 3.5 കപ്പ് പ്ലെയിൻ ഫ്ലോർ ഉപയോഗിച്ചിട്ടുണ്ട്. അത് ഞാൻ 2 കേക്ക് ഉണ്ടാക്കാൻ ഉദ്ദേശിച്ചുള്ളതുകൊണ്ടാണ്. ഒരു കേക്കാണ് ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ നമ്മൾ ഒരു 2 കപ്പ് പ്ലെയിൻ ഫ്ലോർ അല്ലെങ്കിൽ മൈദ മാവ്, അതുമല്ലെന്നുണ്ടെങ്കിൽ ഗോതമ്പ് പൊടി എടുക്കുക. ഒരു ബൗളിലേക്ക് നമ്മൾ എടുക്കുക. അതിനുശേഷം അതിലേക്ക് കുറച്ച് ചേരുവകളുടെ ആവശ്യമുണ്ട്. അതിലേക്ക് നമ്മൾ ഒരു 3 ഏലക്ക, 3 ഗ്രാമ്പു, 3 ഒരു കുഞ്ഞി കറുവാപ്പട്ട, ഒരു കുഞ്ഞി ജാതിക്ക പൊടിച്ചത് ചേർത്ത് കൊടുക്കുന്നു. അതിനുശേഷം നമ്മൾ ഒരു 3/4 ടീസ്പൂൺ ഉപ്പ്, അല്ലെങ്കിൽ ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക. പിന്നെ 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും ചേർത്ത് നന്നായിട്ട് അതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്യണം കേട്ടോ. പിന്നെ ഞാൻ ഈ 2 കേക്ക് ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നതിന് കാരണം നമ്മുടെ വീട്ടിൽ കരകൾ വരുന്നുണ്ട്. അപ്പം നമ്മൾ വിചാരിച്ചു വീട്ടിലുണ്ടാക്കുന്ന കേക്ക് തന്നെ സെർവ് ചെയ്യാം. അതുപോലെ തന്നെ നമ്മുടെ കുഞ്ഞു ജോമാനയ്ക്കും ജെറോമിനും ഒന്നും കടയിൽ നിന്ന് വാങ്ങാതെ നമ്മൾ തന്നെ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ അവർക്കും ഒത്തിരി സന്തോഷമാവും. അതുപോലെ തന്നെ എപ്പോൾ ഞാൻ ഈ കേക്ക് ഉണ്ടാക്കിയാലും നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ വരാറുണ്ട്. അപ്പം ഞാൻ അങ്ങനെ കേക്ക് ഉണ്ടാക്കാനായിട്ട് വലിയ പ്രോയൊന്നുമല്ല, പക്ഷേ ഈ കേക്ക് വളരെ പെർഫെക്റ്റ് ആയിട്ട് തന്നെ വരും. ഇത്തവണ ഞാൻ വളരെ സിമ്പിളായിട്ടുള്ള ചേരുവകൾ കൊണ്ടാണ് ഒരു 4 ക്യാരറ്റ് എടുത്തു, നമ്മുടെ ഗ്രേറ്ററിലിട്ട് നല്ലതായിട്ട് ഗ്രേറ്റ് ചെയ്തു. അതിനുശേഷം നമ്മളത് മാറ്റി വെച്ചു. അതിനുശേഷം നമ്മളൊരു 1 കപ്പ് പഞ്ചസാര എടുത്ത് നന്നായിട്ടൊന്ന് കാരമലൈസ് ചെയ്യാൻ പോവുകയാണ്. നമ്മൾ ഇതിനെ ബോയിൽ ചെയ്യുക, ഹീറ്റ് ചെയ്യുകയാണ്. നമ്മൾ ഇളക്കി കൊടുക്കണം എപ്പോഴും, അല്ലെങ്കിൽ അത് അടുക്കി പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അപ്പോൾ അതൊരു ബ്രൗൺ കളറിലേക്ക് വരും. നിങ്ങൾ നോക്കിയ ബ്രൗൺ കളറിൽ വന്നു. ഇത് ഇളക്കി കൊടുക്കണം. അതിനുശേഷം നമ്മൾ 1 കപ്പ് ചൂടുവെള്ളം ഇതിലേക്ക് ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് ബോയിൽ ചെയ്തു. ചൂടുവെള്ളം ആഡ് ചെയ്യുമ്പോഴും സൂക്ഷിക്കുക. അതിനുശേഷം നമ്മുടെ ക്യാരറ്റ് നമ്മൾ ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടില്ലേ, അതെടുത്ത് ഇതിലേക്ക് ആഡ് ചെയ്തു. ഈ കൂട്ടത്തിൽ നിങ്ങൾക്ക് ഡേറ്റ്സ്, ടൂറ്റി ഫ്രൂട്ടി എന്ത് വേണേലും ആഡ് ചെയ്യാം. ഞാൻ വളരെ മിനിമൽ ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഇത്തവണ യൂസ് ചെയ്തിട്ടുള്ളൂ. ഇതിലേക്ക് നമ്മൾ കുറച്ച് കാഷ്യൂനട്ടും കുറച്ച് റൈസിനും ആഡ് ചെയ്തു. അതുപോലെ ഒരു 1/4 ടീസ്പൂൺ വാനില എസൻസും കൂടെ നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്തു. വാനില എസൻസ് ഇല്ല എന്നോർത്ത് ആരും വിഷമിക്കരുത്, കാരണം നമുക്കതിലേക്ക് ഇച്ചിരി ഏലക്കപ്പൊടി ആഡ് ചെയ്താലും മതി. അപ്പോൾ നമ്മുടെ ആ ഒരു ഫ്ലേവർ നമുക്ക് കിട്ടും. എന്നിട്ട് ഇത് നമ്മൾ തണുക്കാനായിട്ട് മാറ്റി വെക്കണം. ഈ കേക്ക് നല്ല പെർഫെക്റ്റ് രീതിയിൽ തന്നെ വരും. നല്ല ടേസ്റ്റിയാണ്, ഡെലീഷ്യസ് ആണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടും. അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടത് ഒരു 1/4 കപ്പ് അല്ലെങ്കിൽ 1/2 കപ്പ് പഞ്ചസാര, നമ്മുടെ രുചിക്കനുസരിച്ചുള്ള അല്ലെങ്കിൽ മധുരത്തിനനുസരിച്ചുള്ള പഞ്ചസാര ഒന്ന് പൊടിക്കുക. അതിനുശേഷം ഇതിലേക്ക് ഒരു 4 മുട്ട, അത് ഞാൻ 2 കേക്ക് ഉണ്ടാക്കുന്നതുകൊണ്ടാണ് 4 മുട്ട, അല്ലെങ്കിൽ 2 മുട്ട മതി. അതിലേക്ക് ഒരു 1 ടീസ്പൂൺ വാനില എസൻസ് അല്ലെങ്കിൽ ഏലക്കാപ്പൊടിയും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ആ കൂട്ടത്തിൽ നമ്മളൊരു 1 കപ്പ് സൺഫ്ലവർ ഓയിലും കൂടെ ആഡ് ചെയ്യണം കേട്ടോ. അതൊരു മോയ്സ്ചറിന് വേണ്ടിയാണ്. ചിലർ കുറച്ച് ബട്ടർ കൂടി ചേർക്കാറുണ്ട്. ബട്ടറും കൂടി ചേർത്താൽ കുറച്ചും കൂടെ നല്ലതായിരിക്കും. പക്ഷേ ഇതിലേക്ക് ഞാൻ ബട്ടറൊന്നും ചേർത്തിട്ടില്ല, ഓയിൽ മാത്രമേ യൂസ് ചെയ്തിട്ടുള്ളൂ. അതും മിനിമലായിട്ടുള്ള ഓയിൽ, കുട്ടികൾക്ക് കൊടുക്കേണ്ടത് കൊണ്ടാണ് കേട്ടോ. നിങ്ങൾക്ക് ബീറ്റർ ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ നമ്മുടെ മിക്സിയുടെ ഗ്രൈൻഡറിൽ ആ ജാറിലിട്ടൊന്ന് കറക്കി എടുത്താൽ മതി. അതിനുശേഷം ആ മിക്സ്ചർ നമ്മുടെ പൊടിയിലേക്ക് ഒന്ന് ഇട്ട് കൊടുത്തു. അതിനുശേഷം നിങ്ങളൊരു സ്പാച്ചില വെച്ച് ഒരു സ്പൂൺ കൊണ്ടോ എന്തെങ്കിലും കൊണ്ട് അതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ആ മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന, തണുക്കാൻ വെച്ചിരിക്കുന്ന ക്യാരറ്റും ഒക്കെയുള്ള മിക്സ് ചെയ്ത സാധനം ഉണ്ടല്ലോ, അത് നമ്മൾ ഇതിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ട് ഇതും നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്യുക. അപ്പോൾ മിക്സ് ചെയ്യുമ്പോൾ ചിലപ്പോൾ ഇങ്ങനെ ഒരു കട്ടിയായിരിക്കും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മൾ അതിലേക്കൊരു തിളപ്പിച്ചാറിയ വെള്ളം 1 കപ്പ് ഒഴിച്ച് ഒന്ന് ലൂസൺ ചെയ്ത് കൊടുക്കുക. ഈ ഒരു പരുവത്തിൽ കിട്ടണം നമുക്ക്. ഈ ബാറ്ററിന് ഈ ഒരു കൺസിസ്റ്റൻസിയാണ് വേണ്ടത്. ഇനി അതായത് ദോശമാവിനേക്കാളും കുറച്ചുകൂടെ കട്ടി കൂടുതൽ, ദോശമാവിൻ്റെ അത്ര ലൂസ് ആകരുത്. പിന്നെ അതിനുശേഷം നമ്മൾ ഈ ബട്ടർ പേപ്പർ നമ്മൾ ഓൺലൈനിൽ വാങ്ങിച്ചതാണ് കേട്ടോ. ഈ ബട്ടർ പേപ്പറിലേക്ക് ഓയിൽ ഒന്ന് സ്പ്രെഡ് ചെയ്ത് ഒന്ന് തേച്ച് കൊടുത്തതിന് ശേഷം നമ്മുടെ ആ വെസലിൻ്റെ, കേക്കിൻ്റെ പാത്രത്തിൻ്റെ സൈഡുകളിലും എല്ലാം ഒന്ന് തേച്ചതിന് ശേഷം നമ്മൾ ആ ബാറ്റർ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. നമ്മുടെ ആ ഒരു പാത്രത്തിൻ്റെ പകുതി വരെ മതി കേട്ടോ ബാറ്റർ. അതിനുശേഷം നമ്മൾ നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കണം. അതായത് ഈ ടാപ്പ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഇതിലേക്ക് എന്തെങ്കിലും എയർ ബബിളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊന്ന് പോകാൻ വേണ്ടിയാണ്. നിങ്ങൾ നോക്കിയിട്ട് ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം അപ്പോൾ എല്ലായിടത്തേക്കും ആ എയർ ബബിൾസ് ഉണ്ടെങ്കിൽ അത് പോകാൻ, അല്ലെങ്കിൽ അത് വിണ്ട് കീറി പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം ഇങ്ങനെ ടാപ്പ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ നമ്മുടെ കുറച്ച് റൈസിൻസോ അല്ലെങ്കിൽ ബദാമോ എന്തെങ്കിലും ടൂറ്റി ഫ്രൂട്ടിയോ കാഷ്യൂനട്ടൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് അലങ്കരിച്ച് കൊടുക്കുക ഇതിന് മുകളിലേക്ക്. അതിനുശേഷം നമ്മുടെ OTG ഓവനിലേക്ക് നമ്മൾ വെച്ചു. നമ്മൾ 2 കേക്ക് ആയതുകൊണ്ടാണ് അങ്ങനെ വെച്ചിരിക്കുന്നത്. വെച്ചതിന് ശേഷം 150 ഡിഗ്രി സെൽഷ്യസിൽ ഒരു 40 to 50 മിനിറ്റ്സ് ആണ് നമ്മൾ വെച്ചത്. അപ്പം നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ വന്നു. നിങ്ങളൊരു 40 മിനിറ്റ്സ് കഴിയുമ്പോൾ ഒന്ന് ഓപ്പൺ ചെയ്തിട്ട് ഒരു ടൂത്ത് പിക്ക് വെച്ച് ഒന്ന് കുത്തി നോക്കുക. ടൂത്ത് പിക്കിൽ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ അത് ഏകദേശം ആയി എന്നുള്ളതാണ്. നിങ്ങൾ നോക്കി നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ അത് പൊങ്ങി വന്നിട്ടുണ്ട്. കേക്കിന് നല്ല ടേസ്റ്റുമാണ് കേട്ടോ. ഇനി ഓവൻ ഇല്ല എന്ന് ഓർത്താലും സങ്കടപ്പെടരുത്. ഇതേ സാധനം തന്നെ നമ്മുടെ
കുക്കറിൽ ചെയ്ത എക്സ്പീരിയൻസ് ഉള്ളവരുടെ ഫോട്ടോയും കൂടെ ആണ് നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാം, അതും വളരെ പെർഫെക്റ്റ് ആയിട്ട് ഇതുപോലെ തന്നെ കിട്ടിയിട്ടുണ്ട്. കണ്ടോ, കുക്കറിൽ ചെയ്തതിൻ്റെ ഫോട്ടോയും കൂടെ നമ്മൾ ആഡ് ചെയ്തത്. പിന്നെ അതുപോലെ തന്നെ നോക്കിയേ, നമ്മൾ കട്ട് ചെയ്തപ്പോൾ നല്ല കറക്റ്റായിട്ട് തന്നെ കിട്ടി. നമ്മൾ എല്ലാവർക്കും സെർവ് ചെയ്തതാണ്. അതുപോലെ നമ്മുടെ കുട്ടികളൊക്കെ നല്ല അഭിപ്രായം പറഞ്ഞു, നല്ല ടേസ്റ്റുള്ള കേക്കായിരുന്നു. അപ്പോൾ എല്ലാവരും ഒരു വട്ടമെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, നല്ല രീതിയിൽ തന്നെ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക.